വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ഗോകുൽ ആത്മഹത്യ ചെയ്ത കേസിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന പ്രാഥമിക റിപ്പോർട്ട്. SP ഉത്തരമേഖല DIGക്ക് റിപ്പോർട്ട് കൈമാറി. പോലീസ് എത്തി ഭീഷണിപ്പെടുത്തിയെന്ന ഗുരുതര ആരോപണവുമായി ഗോകുലിന്റെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി. ഗോകുലിനെ കിട്ടിയാൽ പുറം ലോകം കാണിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ആദ്യം ഒരു ജീപ്പ് പോലീസുകാർ വന്നു, അന്വേഷിച്ചിട്ട് പിന്നെയും പോയി. രണ്ടാമത് വന്ന SI ആണോ ആരാന്ന് എനിക്കറിയില്ല. ആ പോലീസുകാരനാണ് പറഞ്ഞത്, ഈ ചെക്കനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടൂലെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പോയത്. എല്ലാവരും മുന്നിലും പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഈ ചെക്കൻ എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞു. ഗോകുലിന്റെ ആത്മഹത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട് നിന്ന്. സുർജിത്ത്, ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ മരിച്ച ഗോകുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉന്നയിക്കുന്നു. ഒപ്പം ഈ കൈമാറിയ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പോലീസിനെതിരെയുള്ള ആരോപണം അത് എത്രത്തോളം അതിൽ കഴമ്പുണ്ട് സുർജിത്ത്? കഴിഞ്ഞ 26-ാം തീയതിയാണ് കീർത്തന ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് പരാതി ലഭിക്കുന്നത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് അത് ഗോകുലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഉന്നതിക്ക് സമീപത്തേക്ക് എത്തി. അതിനുശേഷം പോലീസ് നടത്തിയ ചില പ്രതികരണങ്ങളാണ് നാട്ടുകാരായി ആരോപണമായി ഉന്നയിക്കുന്നത്. കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും ഇതിനുശേഷം മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ഗോകുലിനെ ഈ കോഴിക്കോട് നിന്ന് കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇവരെ വനിതാ സെൽ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൽപ്പറ്റ പോലീസിന് കൈമാറി കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. പെൺകുട്ടിയെ സഖി എന്നുള്ള സംഘടനയുടെ ജുവനൈൽ വിഭാഗത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ 17 വയസ്സുള്ള ഈ ഇദ്ദേഹത്തെ ഗോകുലിനെ പോലീസിന്റെ കസ്റ്റഡിയിലും വെച്ചു. ഇതിനുശേഷം രാവിലെ 7:45 കൂടിയാണ് ശുചിമുറിയിലേക്ക് പോകുന്നത്. അവിടെയാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം അതൊരു നിരീക്ഷണം കൃത്യമായ രീതിയിൽ നടന്നില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് SP DIGക്ക് കൈമാറിയിട്ടുള്ളത്. ഉത്തരമേഖല DIGക്കാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന വിധത്തിലാണ്. ഒരുപക്ഷെ ഈ റിപ്പോർട്ടിനെ ആസ്പദമാക്കി നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് നിലവിൽ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രത്യേക സംഘത്തെ രൂപീകരിക്കും, FIR രജിസ്റ്റർ ചെയ്യും. പുതിയ FIR ആണ് രജിസ്റ്റർ ചെയ്യുക. ഇതിനുശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. വയനാട് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ജുഡീഷ്യൽ കമ്മീഷൻ അംഗമായിട്ടുള്ള K. ബൈജുനാഥ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പുതിയ അന്വേഷണങ്ങൾ നടക്കുകയാണ്. നേരത്തെ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടന്നിരുന്നത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണ വിധേയമാക്കും എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, അതായത് DIGക്ക് നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടാണ്. അതേസമയം ഗോകുലിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നെല്ലറച്ചാൽ പുതിയ പാടിയിൽ നടക്കും. കീർത്തന. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കുടുംബം പറയുന്ന കാര്യം അത് കൃത്യമായി ആ വിഷയത്തിൽ, കാരണം പുറം ലോകം കാണിക്കില്ല എന്നൊക്കെ പോലീസ് പറയുക എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അന്വേഷണം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ആ കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്.